ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. എല്ലാവർക്കും ജാനാവള്ളിൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് ഒരു അടിപൊളി ക്രീമി ബ്രെഡ് പുഡിങ്ങിൻ്റെ റെസിപ്പി ആയിട്ട്. കാസർഗോഡ് സ്റ്റൈലിൽ എങ്ങനെ ഒരു അടിപൊളി ബ്രെഡ് പുഡിങ് ഉണ്ടാക്കാമെന്ന് നോക്കുന്നത്. അപ്പോൾ കണ്ടതാ, കട്ടാക്കുമ്പോൾ നല്ല സോഫ്റ്റിൽ കട്ടായിട്ട് വരുന്ന ഓരോരു പുഡിങ് നല്ല ഹാർഡ് ഉണ്ടാകുന്നല്ലേ. ഇത് കാണുമ്പോൾ ഇരിക്കുമെന്നല്ല ഇനി ബാണോന്ന്, പക്ഷെ ബ്രെഡും പാലും മാത്രം മതി ഇത് പുഡിങ് ആക്കാൻ. അതുണ്ടെങ്കിൽ ഇങ്ങനത്തെ ഒരു കിടിലൻ പുഡിങ് ആക്കാം, ബറന്ത് വേണ്ട. ഇതിൻ്റെ മുകളിൽ നട്ട്സ് എല്ലാം ഇട്ടിന്, അത് നിങ്ങൾക്ക് ബാണാൻ കിട്ടാൻ മതി. അതോ എൻ്റെ പേരിൽ ഇങ്ങനത്തെ പിസ്ത ബദാമെല്ലാം ഉണ്ടായിന്, അതുകൊണ്ട് ഞാൻ പൊടിച്ചിട്ടേലേക്ക്. ഇതെല്ലാം ഗസ്റ്റ് പെരുന്നാക്കെല്ലാം പറ്റിയ ഒരു പുഡിങ് തന്നെ. ചിലവ് ചുരുക്കിയിട്ട് നമുക്കൊരു അടിപൊളി പുഡിങ് ആക്കാം. വലിയ പൈസവും ഇല്ല, അത്ര തന്നെ ടേസ്റ്റും ഉണ്ട്. അപ്പോൾ ഈ പുഡിങ് എങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കിയാൽ എന്താ. അപ്പോൾ നേരെ വീഡിയോ. അപ്പോൾ ഇതാ, ഇനി ഫസ്റ്റ് വേണ്ട മെയിൻ സംഭവം ബ്രെഡിൻ്റെ ഈ കരനില്ലേ കട്ടാക്കി കൊടുക്കുക. അതിൻ്റെ വൈറ്റ് മാത്രം കാണുന്ന പോലെ ആക്കിയിട്ട് അതിൻ്റെ കരനെല്ലാം കട്ടാക്കിയിട്ട് കൊടുക്കുക എല്ലാ ബ്രെഡിൻ്റെ. നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ കഷ്ണാക്കിയിട്ട് എടുക്കുക. ആ കര എടുക്കണ്ടെങ്കിൽ നിങ്ങളിഷ്ടമോ. ഞാൻ ആ കര എടുക്കുന്നത് ആ വൈറ്റ് മാത്രം മതിയായിട്ട് ഇഷ്ടമുള്ള സൈസിൽ മുറിക്കുക. ഞാൻ ഭയങ്കര ചെറുതാക്കിയിട്ട് മുറിക്കുന്ന. നിങ്ങൾക്ക് വേണമെങ്കിൽ ചെറുതാക്കിയിട്ട് മുറിക്കുക, വലുതാക്കിയിട്ട് മുറിക്കുക, ഏത് വേണമെങ്കിൽ ആക്കാം. ഇതാ ഞാൻ ഈ ഒരു സൈസിലാക്കിയിട്ട് മുറിക്കുന്നത്, ബോക്സ് ചെറിയ ക്യൂബാക്കിയിട്ട്. പിന്നെ അതിൻ്റെ കരേന വേസ്റ്റ് ആകുന്നിട്ട് കളിയേണ്ടും വേണ്ട. നമുക്ക് കട്ട്ലേറ്റ് എല്ലാം ആക്കുമ്പോൾ നമുക്ക് ബ്രെഡെല്ലാം പൊടിക്കാനെല്ലാം ആകുമ്പോൾ അതെടുക്കാം, അങ്ങനെ വേസ്റ്റ് ആവുന്നില്ല. ഇനി നമ്മൾ ഒരു പാത്രം എടുക്കുക, ഏത് വേണമെങ്കിൽ എടുക്കുക. ഞാൻ ചായ ആക്കുന്ന പാത്രം എടുത്തിനാ, അതിലേക്ക് ഒരു കൂട്ട പാലൊഴിച്ച് കൊടുക്കുക. എൻ്റെ അതിലേക്ക് ആവശ്യത്തിന് പഞ്ചാര ഇടാം. കുറേ ആൾക്ക് കുറേ പഞ്ചാര പണിട്ടുണ്ടാവില്ല അല്ലേ. അപ്പം അങ്ങനെ കുറച്ച് പഞ്ചാരവും പിന്നെ കുറച്ച് മിൽക്ക് മേഡ് ഇട്ടത്. എൻ്റെ പേരിൽ മിൽക്ക് മേഡ് ഉണ്ടായിന്, അപ്പം ഞാൻ മിൽക്ക് മേഡ് ഇട്ട് കൊടുത്ത്. മിൽക്ക് മേഡ് ഇട്ടെങ്കിൽ അത് ഇങ്ങ ടേസ്റ്റ്. പിന്നെ മിൽക്ക് മേഡ് ഇല്ലെങ്കിൽ പഞ്ചാര ഇടാം. ഞാൻ കുറച്ച് പഞ്ചാരവും കുറച്ച് മിൽക്ക് മേഡ് ഇട്ടിന്, അപ്പോൾ കറക്റ്റ് ആവുമല്ലോ. എൻ്റെ ഒരു ബൗൾ എടുക്കുക, അതിലേക്ക് കുറച്ച് പാലും 1 ടേബിൾ സ്പൂണ് കസ്റ്റർഡ് പൗഡർ എടുത്തിട്ട് വാങ്ങല കലക്കുക. ഒരിങ്ങനെ കട്ട പിടിക്കാനൊന്നും കാര്യ പാങ്ങല കലക്കിയിട്ട് ആ പാല് തിളക്കുന്നില്ലേ അതിലേക്ക് ഇട്ട് കൊടുക്കുക. എൻ്റെ പാങ്ങല കലക്കുക. എന്നിട്ടും കുറച്ച് പാല് ഒരു ബൗളിലേക്ക് എടുത്തിട്ട് കോൺഫ്ലവർ ഇട്ട് കൊടുക്കുക. 4 ടേബിൾ സ്പൂണ് കോൺഫ്ലവർ ഇടണോ. അതിന് ചൈന ഗ്രാസിന് പകരമാണ് ഇത് ഇടുന്നത്. ചൈന ഗ്രാസ് ഉണ്ടവർക്ക് ചൈന ഗ്രാസ് ഇടാം. പിന്നെ ഞങ്ങളുടെ ചൈന ഗ്രാസ് ഉണ്ടായിട്ടാ, അതുകൊണ്ട് ഞാൻ കോൺഫ്ലവർ വെച്ചിട്ട് അഡ്ജസ്റ്റ് ആക്കി. അതും പാങ്ങനെ കലക്കി കൊടുക്കുക. അത് ബിയ്യം കട്ട കെട്ടുന്നല്ലേ, അതിനോണ്ട് ബിയ്യ കലക്കിയിട്ട് ആ പാലിലേക്ക് ഒഴിച്ച് കൊടുക്കുക. എന്നിട്ട് പാങ്ങനെ കലക്കുക. ഇതാ പാങ്ങനെ കലക്കുക. അടിക്ക് പിടിക്കാൻ കാല ചെറിയ തീരാക്കിയിട്ട് പാങ്ങനെ കലക്കുക. നല്ലൊരു കട്ട കെട്ടിയ പോലെയാണോ, ഒരു കുറുകിയ പോലെ. ഇതാ ഇങ്ങനത്തെ ഒരു പരിവാണോ കുറുകിയിട്ട്, ഇങ്ങനെ ഒരു നല്ല തിക്കായിട്ട്. കസ്റ്റേർഡ് പൗഡറും കോൺഫ്ലവറെല്ലാം നല്ല ബന്ധിട്ട് നല്ല ഈ ഒരു പരുവത്തിലായിട്ട് വരണോ. അന്നങ്ങ് നേരെ നല്ല ടെക്സ്ചറിൽ വരും അത്ര. നല്ല കലക്കി കൊടുക്കുക അതിൽ വരുന്നിടത്തോളം. എൻ്റെ അത് റെഡിയായി. ഇനി നമ്മൾ ട്രേ എടുക്കുക. ട്രേ ഇല്ലാത്തവർക്ക് പ്ലേറ്റിലാ ബൗളിലാ മറ്റും ആക്കിയാൽ മതി. ട്രേ എടുത്തിട്ട് ചെറിയ ബ്രെഡിൻ്റെ കഷ്ണം വെക്കുന്നുണ്ട്. നിങ്ങൾക്ക് ഏത് വലിയ കഷ്ണമാക്കുക ചെറിയ കഷ്ണമാക്കുക ഏത് വേണമെങ്കിൽ. ഞാൻ ചെറിയ ക്യൂബാക്കിയിട്ട് എടുത്തിനാ. അതിൻ്റെ അത് ഫുള്ള് അതിലേക്ക് ഫില്ലാക്കിയിട്ട് വെക്കുക. ഫസ്റ്റ് ബ്രെഡ് വെക്കണ്ടേ, എന്നിട്ടായിട്ടാണ് ആ മിക്സ് ഒഴിക്കേണ്ടത്. ഇതെല്ലാം ബ്രെഡെല്ലാം വെക്കുന്നുണ്ട്. നിങ്ങൾക്ക് വലുതാക്കിയിട്ട് മുറിച്ചിട്ട് കുറച്ച് വെച്ചെങ്കിൽ മതി, നിങ്ങളെ ഇഷ്ടം പോലെ ആക്കാം. ഇതാ ഫുള്ളും വെച്ചിട്ടുണ്ട്. ഇനി നമ്മൾ ആ മിക്സ് ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കുക. ഇത് ഫസ്റ്റ് ലെയർ. എൻ്റെ ഇതിൻ്റെ മുകളിലേക്ക് ആദ്യം ബ്രെഡ് വെക്കാനുണ്ട്, അതിനുകൊണ്ട് കുറച്ച് ഫസ്റ്റ് ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നത്. എല്ലാത്തിലേക്കും നല്ല പാങ്ങല ഇട്ട് കൊടുത്തിന്. ഇനി നമ്മൾ നെക്സ്റ്റ് കോട്ടായിട്ട് ആദ്യം ബ്രെഡ് വെച്ച് കൊടുക്കുക. ഇനി കുറച്ച് തന്നെ ബ്രെഡുള്ള ഫുള്ളും വെച്ച് കൊടുക്കുന്നത്. ഞാനെന്തെല്ലാം യൂട്യൂബിൽ നോക്കിയിട്ട് ഇങ്ങനത്തെ എല്ലാം ആക്കുന്ന പണി ഞാനും ഉമ്മാക്കും. ഇത് വെക്കേഷനല്ലേ, അപ്പോൾ
ഫോൺ തന്നെ നോക്കുന്നല്ല ഇതാ ഇങ്ങനത്തെ എല്ലാം ആക്കിയിട്ട് ഇതാക്കുന്ന പണി ഞങ്ങൾക്ക്. എന്നിട്ടാ സെക്കൻഡ് കോട്ടും വെച്ച് ഫുള്ള് ബ്രെഡ്. എൻ്റെ 2 ബ്രെഡ് ഉണ്ടായി, അതെല്ലാം സൈഡിലേക്ക് ഇങ്ങനെ കുത്തിയിട്ട് വെക്കുന്നുണ്ട്. എൻ്റെ ഞങ്ങളുടെ ബാക്കി ഉണ്ടായ അത് ഫുള്ള് അതിലേക്ക് ഇട്ട് കൊടുക്കണം. ഫുള്ള് അത് ബ്രെഡ് കാണാൻ കാല ഫുള്ള് ഫില്ലാക്കി കൊടുക്കണം. ഇതന്നെ തിന്നാൻ നല്ലുണ്ട്, ഈ ഒരു ക്രീമായിട്ടുള്ള അത് തന്നെ തിന്നാൻ നല്ലുണ്ട്. അത് ഫുള്ള് ഇതാക്കി കൊടുക്കില്ല, ബാക്കിയുണ്ട് എല്ലാം വടിച്ചിട്ട് ഇതിലേക്കിടാം. പിന്നെ അത് ഫുള്ള് സെറ്റായി. ഫ്രിഡ്ജിലേക്ക് നടി മുമ്പേ ഡെക്കറേറ്റ് ആക്കുന്നത് ഞാൻ പാൽപ്പൊടി എടുത്തിന് 10 രൂപേൻ്റെ. നിങ്ങൾക്ക് ഏത് വേണം എടുക്കുക, ചായ വെക്കുമ്പോൾ എടുക്കുന്നില്ലേ, അങ്ങനെ പാൽപ്പൊടി എടുക്കുക ഏത് വേണമെങ്കിൽ. ഞാൻ 10 രൂപേൻ്റെ പാക്കറ്റ് എടുത്തിന്, അത് ഫുള്ള് ഇടുന്ന് എല്ലായിടത്തേക്കും. ഇത് ബാണാങ് മതി, ബാണ്ടാത്തവർക്ക് ഇടണ്ട. ഞാൻ പിന്നെ എൻ്റെ ഉണ്ടായതുകൊണ്ട് ഞാൻ ഇടുന്ന് ഫുള്ള് ഡെക്കറേഷൻ ആക്കാലിട്ട്. പിന്നെ പിസ്താവും ബദാമും നല്ല പാങ്ങല പൊടിച്ചിട്ടെടുത്തിന്, അതും ഇങ്ങനെ ഇട്ട് കൊടുക്കുക. ഇതന്നെയല്ലേ ഇതിൻ്റെ ഒരു ഭംഗി കാണാനും, നല്ലൊരു റിച്ച് ഫീല് കിട്ടുന്നു ഇത് ഇട്ടിട്ടാൽ പിന്നെ. ഇത് ഫുള്ള് ഇട്ട് കൊടുക്കുക, നിറച്ച് കൊടുക്കണം. ഒന്നങ്ങനെ കടിക്കുമ്പോൾ നല്ല ടേസ്റ്റ് കിട്ടുന്ന പിസ്തലും ഉണ്ടെങ്കിൽ ഇതെല്ലാം ഇട്ട് കൊടുക്കണോ, ഒന്നങ്ങനെ തന്നെ ടേസ്റ്റ്. ഇല്ലാത്തവർക്ക് ഇടണ്ട. ഞാൻ ഫുള്ള് ഇടുന്നുണ്ട് ബദാമും പിസ്താവും എല്ലാം സൈഡിലേക്കും എല്ലായിടത്തേക്കും ഇട്ട് കൊടുക്കുക. പുഡിങ് ആക്കാൻ അറിയുന്നില്ല ഞങ്ങൾക്ക്, നിങ്ങൾ മടിച്ചിട്ട് എന്ത് നിൽക്കണ്ട. ഞാനും വിചാരിച്ചിന് പുഡിങ് ഭയങ്കര കഷ്ടമാണ്, പക്ഷെ ആക്കിയിട്ട് ഞാൻ പറഞ്ഞത് ഭയങ്കര ഈസി ആക്കാൻ. ഈ പുഡിങ് തന്നെ ആക്കാൻ ഭയങ്കര ഈസി ആയിട്ടുള്ളത്. എൻ്റെ ഇതാ ഫുള്ള് ഡെക്കറേഷൻ എല്ലാം ആക്കിയിട്ട് ഇതാക്കി നമുക്ക് 2 മണിക്കൂർ കഴിഞ്ഞിട്ട് എടുക്കാം ഫ്രിഡ്ജിൽ നിന്ന്. എൻ്റെ ഇതാ ഞാൻ ഫ്രിഡ്ജിൽ നിന്ന് എടുത്തിട്ടുണ്ട്, നല്ല പാങ്ങല സെറ്റായിട്ട് കിട്ടിയിട്ടുണ്ട്. 2 മണിക്കൂർ എന്തെങ്കിലും വെക്കണോ, അന്നങ്ങനെ നല്ലൊരു തിക്കായിട്ട് വരും അത്ര, അല്ലെങ്കിൽ ഒരു വെള്ളം പോലെ ആവും. ഇതാ ഫുള്ള് പാൽപ്പൊടിയും എല്ലാം നല്ല സെറ്റായിട്ടുണ്ട്. ഇനി നമുക്കിത് കട്ടാക്കാം. ഞാൻ ഫ്രീസറിൽ വെച്ചിരുന്നതല്ല, താഴെ തന്നെ ഫ്രിഡ്ജിൽ വെച്ചിരുന്നത്. ഫ്രീസറിൽ വെച്ചാൽ നല്ല വാങ്ങല കട്ട് കിട്ടും, അതുകൊണ്ട് താഴെ തന്നെ വെക്കണോ. എൻ്റെ ഫുള്ള് കട്ടാക്കുന്നുണ്ട്. 2 ചിരവ് വെച്ചിട്ടാണ് ഇത് ഉണ്ടാക്കിയത്. ബ്രെഡും പാലും മാത്രമോ ഇതിന് വേണ്ടത്, പിന്നെ എല്ലാം ഓപ്ഷണൽ മാത്രമോ. പിന്നെ പഞ്ചാരെല്ലാം പൊരിലുണ്ടാവുമല്ലോ, മെയിനായിട്ടുള്ളത് 2 മാത്രമോ. എന്നാൽ നല്ല അടിപൊളി പുഡിങ് ആക്കാം. പിന്നെ നട്സെല്ലാം ഞാൻ വെറുതെ ഇട്ടത് മാത്രമോ, ഇടുന്നവർക്ക് ഇടാം അങ്ങനെ. ഇതാ ഞാൻ മുറിച്ചിട്ട് ഒരു പ്ലേറ്റിലേക്ക് ഇടുന്നുണ്ട് കട്ടാക്കിയിട്ട്. നല്ല പാങ്ങല വരുന്നുണ്ട്, നല്ല സോഫ്റ്റായിട്ട്. നിങ്ങൾക്ക് കാണുമ്പോൾ എന്നെ അറിയോ, ഇത് ഞാൻ തന്നെ ആക്കിയാണ്, ഞാൻ നിരിച്ചു പോയി. അത്ര ടേസ്റ്റ് ഉണ്ട് അതിനെ, ടേസ്റ്റ് ആക്കി നോക്കുമ്പോൾ നല്ല പാങ്ങുണ്ട്, നല്ല ക്രീമി ആയിട്ട്. ഇത് ഞാൻ മുമ്പ് ഒരു കാക്കിനാൻ ആ വീഡിയോ എന്ത് ഇട്ടിട്ടാ, അപ്പോൾ നല്ല ടേസ്റ്റായി തോന്നിന്. അപ്പോൾ ഞാൻ ഇനി ആയിരിക്കും വീഡിയോ ഇടാലിട്ട് നിങ്ങൾക്ക് അത് കാണിച്ചു തരാലിട്ട് ഞാൻ വീഡിയോ എടുക്കുന്നത്. അപ്പോൾ ഇതാ നല്ല സ്പൂണിലെടുത്തിട്ട് ഞാനും ടേസ്റ്റാക്കി നോക്കി, ഉമ്മാവും ടേസ്റ്റാക്കി നോക്കി, നല്ല ഉണ്ടായി. എല്ലാവരും മസ്റ്റ് ട്രൈ. ഇന്ന് അജ് വരുന്നല്ലേ വരാൻ പോന്നെ, അപ്പോൾ നമുക്ക് ഡെസേർട്ട് എല്ലാം ആക്കുമ്പോൾ ഇത് മസ്റ്റായിട്ട് എല്ലാവരും ട്രൈ ആക്കുക. അപ്പോൾ ഈ പുഡിങ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിനാ നല്ല കമൻ്റ് ആക്ക്, ഇഷ്ടപ്പെട്ടെങ്കിൽ ഒരു ലൈക്ക് തന്നറ്. അപ്പോൾ ഇനി ഏത് വീഡിയോ ട്രൈ ആക്കണോ, ഏത് റെസിപ്പി ട്രൈ ആക്കണോ നല്ല കമൻ്റ് ആക്കിക്കോ, അത് ഞാൻ അടുത്ത വീഡിയോയിൽ ട്രൈ ആക്കാം. അപ്പോൾ ഈ വീഡിയോ ഇത്ര തന്നെ. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ആക്കിയത്. അപ്പോൾ എല്ലാവർക്കും ബൈ ബൈ, അസ്സലാമു.